എണീച്ച് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. പറ്റുമ്പോ വേണമെങ്കിൽ കമന്റ് ഒക്കെ ഇടും. മാമിനെ പോലെ ഇപ്പൊ ഞാൻ പോണത് റനാന്റെ കൂടെ ഓക്ക് എന്തോ ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ബൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. രാവിലെ തന്നെയാണ് പോണത്. ചായ ഒന്നും കുടിച്ചിട്ടില്ല. ചായ നോക്കിയിട്ട് ഉപ്പാൻ്റെ അടുത്ത് ഞാനും കുടിക്കാൻ വിചാരിച്ചു. അത് വിചാരം ഉണ്ടായിട്ടില്ല. ഉപ്പാന്റെ ഷോപ്പ് എനിക്ക് ഓർമ്മയെ ഉണ്ടായിട്ട് സത്യം പറഞ്ഞാല്. ബയ്യ ഉമ്മാനോട് പറഞ്ഞ ചായ കുടിക്കാണ്ട് പോകുന്ന പറഞ്ഞപ്പോ ഉമ്മാനോട് പറഞ്ഞ പിന്നെ ഉപ്പാന്റെ ഷോപ്പിൽ നിന്ന് കുടിച്ചോ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരു വൈബാണ്. സത്യം പറഞ്ഞ മുഖം കാണുമ്പോ നമുക്കൊരു രസം ഉണ്ടാവില്ല. കോൺഫിഡന്റ് കുറവേ മക്കളെ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കാൻ. പക്ഷെ അതിനില് ആ ഒരു എന്താ പറയാ ഒരു മനസ്സ് വളരെ കുറവാണ്. മീൻസ് മനസ്സ് കുറവ് പറഞ്ഞാൽ പിന്നെ ഒരു മടിച്ചമ്പൽ. ഇത് നമുക്ക് പോയിട്ട് വരാം. രണ്ടാഴ്ച ഞാൻ നിങ്ങളെ വിളിച്ച് വന്നില്ല. ഇനി വിളിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്നു. ഷവറ് കിട്ടുന്നുണ്ട് പ്രശ്നം. റോഡാണ്. അതായത് സംഭവം നമ്മളിവിടെ എത്തിനത്ര കൈസ്. ഇവക്കാണ് 7 മണിക്ക് എന്നോട് വരാൻ പറ്റും. ഇവിടെ എന്നോട് പറഞ്ഞ 7 മണിക്ക് മാമി 7 മണിക്ക് നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോവാ. 7:30 പോവാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ബെഡ് മേലൊന്ന് കിടന്നിട്ടില്ല. ഞാനിപ്പോ വേണ്ട. ഇരിക്കുന്ന കാലത്തോളം സ്വസ്ഥത കൊടുക്കാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ 7:30 ആക്കി. നീ പറഞ്ഞതിന് ശേഷം ഞാൻ എണീറ്റെ. രണ്ടാമത്തെ മെസ്സേജ് അതാണ് ഒരു റൈഡർ ഉണ്ടെങ്കിൽ നമുക്കുള്ള ഉപകാരം. ദുരുപയോഗങ്ങൾ. അനക്കും ഉറങ്ങാൻ കഴിഞ്ഞ ഞായറാഴ്ച അനക്കും ഉറങ്ങാൻ. ഓൾക്ക് പോയൊക്കെ ഓള് പോയ പോത്തട വെട്ടിവിറ്റ വാഴത്തണ്ട് പോലെ കിടന്നു. സെറ്റാക്കിട്ടാണ് ഡെലിവറിക്ക്. അപ്പൊ അനക്കല്ലേ കഷ്ടപ്പാട്. മാമിക്ക് ഉച്ചക്കാരും ഉറങ്ങാൻ. ആ തേങ്ങ 7 മണിക്ക് വന്നിനെങ്കിണ്ടല്ലോ. എന്തോ ഒരു ഡയലോഗ് ഉണ്ട്, അത് ഇടണം. 7 മണിക്കാ വന്നിനെങ്കിൽ നമ്മിപ്പോ ഇവിടെ ഇപ്പൊ നമ്മ എപ്പോഴും എല്ലാ കാര്യത്തിനും നേരത്തെ നമ്മ ഇതേപോലെ ഊക്കാം. ഇറങ്ങിയാലോ നമുക്ക് എപ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെ നമ്മ കുറച്ച് വൈകിയാലോ അത് വലിയ പ്രശ്നമായി. ലെക്ചർ എടുക്കുന്നുണ്ടോ? മാമിയുടെ സ്വഭാവം കണ്ടോ. ഇത് ഉപ്പാപ്പ കാണുന്നുണ്ടെങ്കിൽ അറിയുക. നിങ്ങളുടെ മരുമകളായവൾ പറയുന്നു നമുക്ക് വേറെ ചായപ്പൊടി. ഇവിടെ എന്നോട് പറഞ്ഞു ആടെ നല്ല ചായപ്പൊടി ഉണ്ട് മമ്മി, നമുക്ക് ആടും ചായ കുടിക്കാം. ആടെ തുറന്നിട്ടില്ല മാമി. ഇത് കുടുംബ കലഹം ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറയാൻ നിങ്ങളുടെ വർഗം പോലെ. ഞാൻ എന്റെ വർഗം പോലും. അപ്പൊ മാമിയുടെ ഭർത്താവ് അല്ലെ, ഭർത്താവിന്റെ ഇക്കാക്ക ഇതേ വർഗമാണ്. എന്നല്ല സത്യം. അപ്പൊ മാമി ഈ വർഗം തന്നെ, പേടിക്കണ്ട. പോകുന്നതിന്റെ ഇടയിൽ ഷുഗർ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഭർത്താവ് കണ്ടായിരിക്കും ഷുഗർ കട്ടൊക്കെ ചെയ്ത് നല്ല കണ്ടു. ആ ഒരു ധൈര്യം നമ്മ വെറുതെ ഉപ്പാപ്പനെ കാണാൻ വന്നതാണ്. ഫ്രീ ആയിട്ട് ചായ കുടിക്കണം എന്നില്ല ഒരു മൈൻഡിലേ അല്ല വന്നത്. പക്ഷെ മാവിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്. 7 മണി 8:30 സാധനം വരട്ടെ. ഇവിടെ എന്നോട് 7 മണിക്ക് വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞ 7:30 പറഞ്ഞു. എന്നോട് മാമി ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ നമുക്ക് പോവാം. ഞാൻ പറ്റൂല 7:30 പോവാം. ഇപ്പൊ അടുത്തിന് അവര് പറഞ്ഞ് 8:30. മാമി പ്ലാൻ ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാല് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ചായ കുടിക്കാം. നമ്മളെന്ത്
പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലിയ യൂട്യൂബർ ആയിട്ട് മാമി ഫ്രീ ആയിട്ട് ചായ കുടിക്കാൻ വന്നത് കാണുക ഗൈസ്. ഇതെല്ലാം ഞാൻ ഇടും യൂട്യൂബിൽ. ഇട്ടോ ഞാൻ നിങ്ങളെ അറിയുന്ന കുറ്റം. മാമി അന്നെ പറയുന്നേ കുഴപ്പമില്ല. ഞാൻ മാമീനെ നോക്കുന്നത് മാമി മാമിനെ എനിക്ക് ആൾക്കാരുണ്ട് അവിടെ തന്നെ കളയാൻ. നീ ചാടിക്കൂലേ? മാമീനെ പൈസ നമ്മളെ ബാക്കിൽ കണ്ടോ ഈ ഒരു വ്ളോഗ് ഫസ്റ്റ് ഇങ്ങനത്തെ അമ്മയുടെ 5 ഫോട്ടോ കൊടുത്താൽ ഗൈസ്. ഇനി ആ വീഡിയോസിലേക്ക് ഞാൻ വരണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇനി മേലാലും നീ ക്യാമറയുടെ മുമ്പിലേക്ക് എന്താന്ന് പറയും. കണ്ട ഞാൻ ശരിക്കും ഇതെന്താ ഇവിടെ തൂങ്ങിക്കൊണ്ട് കണ്ട സൈസ് പ്രശ്നമില്ല, മാറ്റാം. ഇങ്ങനെ മകുള ശരിക്കും മൂക്കല് കുത്തി ശരിക്കും. എന്നിട്ട് ഇപ്പൊ നമ്മ വലുതാമത്തേക്ക് പെണ്ണുങ്ങളെ കാണുന്നില്ല. അവര് നമുക്ക് എല്ലാവരും മിസ്സേജ് കാരണം അവരോട് നമ്മൾ ചിലപ്പോ പറയും. അവരെ കുറിച്ച് നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായി. അത് വേറെ വീഡിയോ ചെയ്യാം. നിങ്ങൾ കമന്റ് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനും ഹോട്ടൽ കേവ് കിടക്കും. കയ്യടം കയ്യടം പൈസ ഒക്കെ കൊടുത്തിട്ട് ബാക്കി കിട്ടോ. നമ്മ പൈസ കൊടുത്തില്ല. നിങ്ങൾ വിചാരിക്കണ്ട അമ്മ ഫ്രീ ആയിട്ട് അല്ല അവരോട് പറഞ്ഞപ്പോ വീട് തന്നെ ഞാൻ വന്നതിന് പറഞ്ഞിട്ട് മാമി ഫ്രീ ആയിട്ട്. പക്ഷെ എനിക്ക് കുറച്ച് ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഒരാൾ വരും വീഡിയോ നോക്കണ കളിയും കാണണം. രാവിലെ രാവിലെ പുട്ടും തിന്നില്ല. പക്ഷെ പുട്ട് ഒരിക്കലും ഫുഡ് ഇത് വീഡിയോ കാണുന്നുണ്ട്. ഞാൻ വേണ്ട പറഞ്ഞിട്ട് ഒരാളെ ഉപ്പാപ്പയും മാമിയും കൂടി നിർബന്ധിച്ചു. ഞാൻ രാവിലെ എണ്ണക്കടികളൊന്നും അന്റെ ഉമ്മ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടും ഗൈസ്. രാവിലെ എണീറ്റ് അതിലൊരു വീഡിയോ കാണും. അഹങ്കാരം നമുക്ക് ഒരിക്കലും പാടില്ല. കുറെ ടീംസ് ഉണ്ട്. ചായ കുടിക്കുക, കോഫി ആൻഡ് ബൂസ്റ്റോ രണ്ടിനും ഒരേ പൈസയാണ്. ഇവിടെ ഫ്രീ ആയതുകൊണ്ട് ചായ മാത്രം നമ്മക്ക് ഫ്രീ ആണ്. നിങ്ങൾക്കും ഇങ്ങനെ കുറെ ആളുണ്ടാവും. ഇങ്ങനെ അമ്മായിമാരെയൊക്കെ കൂട്ടി പോവുക, ഉറങ്ങാൻ വിടരുത്. സൺഡേ ഞാനിപ്പൊ വിളിച്ചോണ്ട് മാമിക്ക് ചായ കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചവിടിക്കലുണ്ട്. ആ കണ്ട സത്യം ഇടക്കിടക്ക് പോസ് അടിക്കലാന്ന് മതി. പറക്കി കൊണ്ടുപോകുന്നുണ്ട് ഫുഡ്. ഉമ്മയോടുള്ള സ്നേഹം ഉമ്മാക്ക് അറിയുമ്പത്തേക്ക് കഴിക്കാറ സ്വന്തം മോക്ക് അറിയുമ്പത്തേക്ക് വേണോ വേണോ കണ്ട മാമിയൊരു കോഴി ഉണ്ടായി നാച്ചു പറയുന്നത്. അതിനേക്കാളും വലിയ കോഴി ഉണ്ട് ആച്ചിയും. അപ്പൊ കോഴിയും ഒന്നിക്കുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമുക്ക് അമ്മയുടെ അടുത്താലോ? നമ്മൾ അമ്മയെ മീറ്റ് ആക്കാൻ പോവുകയാണ്. മാമിക്കാണ് ഈ ബുദ്ധി വന്നത്. വേണ്ട, വെറുതെ ഇടങ്ങേറക്കോളം നമ്മളെ കണ്ടിട്ട് ഓർമ്മ കൊടുക്കൂല. അതന്നെ ഗൈസ്, മാമി എപ്പോ ഒളിഞ്ഞു നോക്കാൻ നോക്കുന്നതാണ്. ഒരിക്കൽ അന്റെ ഉമ്മയും മാമിയും നാളെ മാറ്റാൻ ഒളിഞ്ഞേക്കും. ഇതെന്തായാലും നമ്മ ഒരു ഫോട്ടോ ഇറക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെടുത്തോണ്ട് എല്ലാവരും പോയി ചെക്ക് ചെയ്യുക, ലൈക്ക് ഇടുക, പിന്നെ ഫോളോ ചെയ്യുക.
പിന്നെ എന്താ വെച്ചാൽ നമ്മൾ രാവിലെ എടുത്ത ഫോട്ടോ എങ്ങനെ നമുക്ക് രാത്രി ആക്കാം. ഇത് പാവക്കുട്ടിയാണ്. ഞാൻ പറഞ്ഞ സത്യം ഈ മാമിനെ കഥ കഴിയുമ്പോഴേ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ ബസന്തി പറ അവിടെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഒരു ഡോളുണ്ട്. അതുപോലെ മാമി ശരിക്കും മഴയാ. നമുക്ക് പോയാലോ? പോലെ മഴ വന്നിട്ട് മാമി മഴ ഉണ്ടോ കുഴപ്പമില്ല. ഇപ്പൊ വാക്ക് മാറി നോക്ക് ഗായ്സ്. ഇവള് ഓക്ക് മാത്രം കൊണ്ടിട്ട് അല്ല മാമി ഇല്ലേ ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചകരക്കും വെള്ളം കൊള്ളട്ടെ. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. എല്ലാ ക്രെഡിറ്റും ഇവളാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നെ ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക കേട്ടോ. എന്റെ ഈ ബള 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 ഗൈസ് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഉള്ളിലുള്ള സങ്കടം അതൊന്നും നമുക്ക് നിക്കില്ല. കുറച്ച് മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാം. എങ്ങനെ തന്നെയാണ് ഓളെ കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. യാ എന്താ ആ ടീച്ചർ ആരെന്താ? സുഷിരം. അതെ അതിന് കണ്ടിന്യൂ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷെ ഞാൻ വീഡിയോസ് ഇടുന്നത് കുറവാണ്. ഓള് 10th കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെ 10th കഴിഞ്ഞ ഇടാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ ചിലപ്പോ കൊണ്ടായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ പിന്നെ നാളൊക്കെ ഇടണ്ടായി. കഷ്ടപ്പെട്ട് തള്ളലാം സിബി. ആ പൂച്ച പൂച്ച ഹെൽമെറ്റ് കൊടുത്ത മന്താ നിങ്ങൾ പിന്നെ എന്തെടുത്ത പണി എടുക്കലുണ്ട് ഗൈസ്. നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ നോക്കി നോക്കും. ഞാൻ നല്ലോണം പണിയെടുക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഉമ്മ പണി കമന്റ് ഒക്കെ ഇടും. എടുക്കലുണ്ട് മാമിനെ പോലെ കേട്ടോ ഗൈസ്. ഇങ്ങനെ വെറുതെ രാവിലെ ഇരുന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പോലെ രാവിലെ എണീച്ച് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. എണീക്കുക നമ്മ രാവിലെ എണീച്ചു അപ്പൊ നല്ല രസമുണ്ടാവും. കുട്ടികൾ മഴയാണ് ഗൈസ്. വേറെ കളർ റോസ് ഉണ്ടോ പറയോ? എന്റെ ഭാര്യക്ക് ഒന്ന് 100 രൂപയ്ക്ക് വേണം. ഐഡിയ ചെയ്യണം കേട്ടോ. ബക്കറ്റിൽ എങ്ങനെ കുത്തി വെച്ചാൽ മതി. 12 റോസ് അല്ലേ ഫ്ലവറാണ്. ബൊക്ക തന്നെ അയാളെ ബൊക്ക ആക്കി തന്നിട്ട് ശരിയാ. നമുക്ക് അണ്ണൻ എക്സ്ട്രാ തിന്നു ഗൈസ്. നമ്മള് നായി പോയി ഗൈസ്. മാമീരെ മുള്ളറക്കേ അത് ഇത്ര വേണ്ട. അപ്പൊ ഒരു ഒന്ന് മതി. വെറുതെ കത്തിട്ടോ കുത്തി കുത്തി. ഇനി നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. നമ്മളിവിടെ അടുത്തെത്തിയിട്ട് ബ്യൂട്ടി പാർലർ എത്തിയ ഫീലാണ് നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഞാനിങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഇത്ര നേരം വീഡിയോയിൽ പറഞ്ഞപ്പോ എന്നെ കുറിച്ച് എന്താന്ന് തോന്നിയത് കമന്റ്. ഒരു പിരി ലൂസ് ഉണ്ട് മനസ്സിലായി. അല്ല ഗൈസ് അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നിങ്ങൾ നല്ലത് മാത്രം പറയുക.
പിന്നെ എന്റെ ഹാമ്പറിന്റെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ അയച്ചു കൊടുക്കാം. വീഡിയോയിൽ ഇട്ടിട്ടില്ലെങ്കിൽ മാമിയുടെ എന്താ പറയാ, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത അതെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക.